പിതാവിൻ്റെയും പുത്രൻ തമ്പുരാൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 18-19 തിരുവചനത്തെ ആസ്പദമാക്കി സ്വയം ജ്ഞാനിയെന്നു കരുതി ആത്മീയമായി വീഴാതിരിക്കുവാനുള്ള ഒരു മുന്നറിയിപ്പ്. ദൈവസന്നിധിയിൽ ഭോഷനാകാൻ തയ്യാറാകുമ്പോൾ ലഭിക്കുന്ന യഥാർത്ഥ ജ്ഞാനം എന്നിവയെക്കുറിച്ച് ധ്യാനാത്മകവും മോട്ടിവേഷണലുമായ ഒരു സന്ദേശം ഇന്ന് അല്പനേരം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദേശം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു ദിശ നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ അഹങ്കാരവും അഹംഭാവവും അവയൊക്കെ വിട്ടകന്ന് ദൈവജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം 1 കൊരിന്ത്യർ 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ. അവിടെ ഇപ്രകാരം നാം കാണുന്നു: ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിന്റെ ജ്ഞാനിയെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമത്രേ. ഇത് കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കും, ജ്ഞാനിയാവാൻ ഭോഷനാകണമെന്നോ? അതെങ്ങനെ സാധിക്കും? ഇന്നത്തെ ലോകം പറയുന്നത് കൂടുതൽ അറിയുക, കൂടുതൽ സംസാരിക്കുക, സ്വന്തം കഴിവിൽ അഭിമാനിക്കുക എന്നൊക്കെയാണ്. പക്ഷേ ദൈവവചനം പറയുന്നു, സ്വയം ശൂന്യമാകുക. ലോകജ്ഞാനം എന്താണ്? സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുക, മറ്റുള്ളവരെക്കാൾ മേലെന്ന് കരുതുക, എനിക്ക് എല്ലാം അറിവുള്ളതാണ് എന്ന ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകുക. മനോഭാവം എന്ന് പറഞ്ഞാൽ സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ വ്യക്തമായി പറയുന്നു: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ലോകം പഠിപ്പിക്കുന്ന ജ്ഞാനം പലപ്പോഴും നമ്മെ അഹങ്കാരത്തിലേക്ക്, സ്വാർത്ഥതയിലേക്ക്, ദൈവത്തിൽ നിന്നുള്ള അകലം വരുത്തുന്നതിലേക്ക് നമ്മെ നയിക്കുന്ന ഒന്നാണ്. 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും: അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധനവ് വരുത്തുന്നു എന്നാണ്. സ്വയം വഞ്ചിക്കപ്പെടുന്ന മനുഷ്യൻ. പൗലോസ് പറയുന്നു, ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. നമ്മൾ എപ്പോഴും നമ്മളെ വഞ്ചിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കേണ്ടതില്ലെന്ന് തോന്നുമ്പോൾ, ദൈവത്തെക്കാൾ എൻ്റെ ബുദ്ധി വലുതാണ് എന്ന് നാം കരുതുമ്പോൾ, ഉപദേശം കേൾക്കുവാൻ മനസ്സില്ലാതാകുമ്പോൾ നാം സ്വയം വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 9 മുതൽ 14 വരെയുള്ള വാക്യം പരിശോധിച്ചാൽ നമുക്കിങ്ങനെ അവിടെ കാണാം: തങ്ങൾ നീതിമാൻ എന്ന് ഉറച്ച് മറ്റുള്ളവരെ
ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിക്കുവാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയേ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാനല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരെ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. സ്തോത്രം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. പരീശൻ ജ്ഞാനിയായിരുന്നു. മത നിയമങ്ങൾ വളരെ വ്യക്തമായി അറിയാവുന്നവനായിരുന്നു. പക്ഷേ ദൈവസന്നിധിയിൽ അവൻ നീതീകരിക്കപ്പെട്ടില്ല. ഭോഷനാകുക എന്നതിന്റെ അർത്ഥം, ദൈവം പറയുന്ന ഭോഷൻ ആരാണ്? അറിവില്ലാത്തവനല്ല, ബുദ്ധിയില്ലാത്തവനുമല്ല. സ്വന്തം ബുദ്ധിയെ ദൈവത്തിന് കീഴ്പ്പെടുന്നവൻ. കർത്താവേ, നീ എല്ലാം അറിയുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണ് ദൈവിക ദൃഷ്ടിയിൽ ഭോഷനാകുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നാം കാണുന്നു, ആ സമയത്തു തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളോവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവരാജ്യത്തിൽ ശൂന്യതയാണ് അവിടേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യത. വിനയമാണ് അവിടുത്തെ പ്രവേശന കവാടം. അപ്പോൾ ദൈവജ്ഞാനം എങ്ങനെ ലഭിക്കും? അതാണ് യാക്കോബ് ശ്ലീഹ എഴുതിയ പുസ്തകം 3-ാം അധ്യായത്തിന്റെ അതിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നത്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും, ശാന്തതയും, അനുസരണയുള്ളതും, കരുണയും ഫലങ്ങളും നിറഞ്ഞതും, പക്ഷപാതവും കപടവുമില്ലാത്തതാകുന്നു. ദൈവജ്ഞാനം അത് നമ്മെ വിനയപ്പെടുത്തും, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കും, ജീവിതത്തിൽ സമാധാനം നൽകും. അതാണ് സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നത്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്ന്. ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു, നീ ഏതു ജ്ഞാനമാണ് തിരഞ്ഞെടുത്തത്? ലോകത്തിന്റെ പ്രശംസയോ ദൈവത്തിന്റെ അംഗീകാരമോ? നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ അഹങ്കാരം മാറ്റി എൻ്റെ ബുദ്ധിയെ നിന്റെ കാൽക്കൽ വയ്ക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. നിന്റെ ജ്ഞാനത്തിൽ നടക്കാൻ എന്നെ അവിടുന്ന് പഠിപ്പിക്കണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സ്തോത്രം. ഹല്ലേലൂയ.